ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തീരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു തുടക്കം കുറിക്കുകയാണ്. 18 വർഷമായുള്ള കാണാതാകലുകളുടെ കഥകൾക്ക് ഒരു ഒടുക്കവുമില്ല. ഉത്തരം തേടാതെ എവിടെയും അത് അവസാനിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ വേദനകൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയേണ്ടി വരുന്നു. പ്രവാസ ലോകത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ പ്രളയബാധിതർക്ക് കൈത്താങ്ങായി കുവൈറ്റിലെ മുജ്തബ ക്രിയേഷൻ ആൻഡ് ഇവന്റ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,65,000 രൂപ സംഭാവന ചെയ്തു. തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുജ്തബ പ്രതിനിധി ഹബീബ് മുറ്റിച്ചൂര് തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയ്ക്ക് ചെക്ക് കൈമാറി. ചടങ്ങിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഷിയാസ് ഉമർ സന്നിഹിതനായിരുന്നു. കുവൈറ്റിൽ സംഘടിപ്പിച്ച കലാവിരുന്നിൽ നിന്നും സമാഹരിച്ച തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തി ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമാവുന്ന സർക്കാരിന്റെ സാന്ത്വനം പദ്ധതിക്ക് ഈ സാമ്പത്തിക വർഷം 10 കോടി രൂപ അധികമായി അനുവദിച്ചു. ഇതുവഴി 3,750 പേർക്ക് കൂടുതലായി ആനുകൂല്യം ലഭിക്കും. ഈ വർഷം ഇതിനകം തന്നെ 2,452 പേർക്ക് 15 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. സാന്ത്വനം പദ്ധതി പ്രകാരം 2018 ജൂലൈ 20 വരെ സർക്കാർ ഉത്തരവായ എല്ലാ അപേക്ഷകളും തീർപ്പാക്കിയിട്ടുണ്ട്. പദ്ധതി സംബന്ധിച്ചും അപേക്ഷയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ www.norcaroots.net വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോൾ സെന്റർ നമ്പറായ 04712770 ബന്ധപ്പെടാവുന്നതാണ്. ആയിരത്തി 1996 സൗദി റിയാദിൽ ജോലിക്കായി പോയ ആലുവ സ്വദേശി കൊച്ചുണ്ണിയുടെ വിഷയം പ്രവാസ ലോകത്തിന്റെ 2000 എപ്പിസോഡിലാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ 18 വർഷങ്ങളായിട്ടും കൊച്ചുണ്ണിയുടെ യാതൊരു വിവരവും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. കൊച്ചുണ്ണിയുടെ ഭാര്യയും മാതാവിനോടുമൊപ്പം പ്രതീക്ഷയുടെ നിറകണ്ണുകളുമായി ഞങ്ങളും കൊച്ചുണ്ണിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഹലോ, അതെ സൗദത്താ? അതെ. PT കുഞ്ഞു മുഹമ്മദാണ് കൈരളി ചാനലിൽ നിന്ന്. നിങ്ങളുടെ ഭർത്താവ് സൗദി അറേബ്യ പോയിട്ട് നീണ്ട കാലമായിട്ട് വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അതിന് വിവരം കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് പറയാമോ? പറയോ, എത്ര കാലമായി പോയിട്ട്? 98 ഒക്ടോബർ 9 പോയതാണ്. ആദ്യം പോയത് അത് എത്ര കാലമായി സൗദിയിലായിട്ട്? 2 വർഷം ഇതിനു മുമ്പാ. 1.5 വർഷം കഴിഞ്ഞാണ് അന്ന് വന്നത്, ലീവിന് വന്നത്. അതിന് വീണ്ടും 3 മാസം നിന്ന്. ആകെ എത്ര കാലമായിട്ടുണ്ട് സൗദിയില്? ആദ്യം പോയിട്ട് പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായില്ല. 2 കുട്ടികളായി പിന്നെയാണ് പിന്നെ പോയത്. പോയതാണ് 1.5 വർഷം നിന്നിട്ട് വന്നത്. അവിടെ എന്തായിരുന്നു ജോലി? ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഈ 1.5 വർഷം നിന്നിട്ട് ഇപ്പൊ പോയിട്ട് ഇപ്പൊ എത്ര മാസമായി പറഞ്ഞ്? ഇപ്പൊ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. 1 മാസമായി. അതിലിടക്ക് ഇപ്പൊ കത്തൊക്കെ ഇല്ലാതായിട്ട് എത്ര കാലമായി? പോയ ഉടനെ 5 ദിവസം കഴിഞ്ഞപ്പോ ഒരു കത്ത് വന്നതുള്ളൂ. പിന്നെ ഒരു വിവരമില്ല. സൗദിയിൽ നിന്നും 20 വർഷത്തോളമായി തിരികെ എത്താത്ത ആലുവ മാറമ്പള്ളി സ്വദേശി കൊച്ചുണ്ണിയുടെ തിരോധാനം ഇന്നും പ്രവാസ ലോകത്തിന് തീരാ ദുഃഖമാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊച്ചുണ്ണിയുടെ ഉമ്മയാണ്. ഉമ്മയ്ക്ക് 10 മക്കളാണ്. അതിൽ 4ാമത്തെ മകനാണ് കൊച്ചുണ്ണി. നമുക്ക് ഉമ്മയോട് തന്നെ കൊച്ചുണ്ണിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഉമ്മ 2002 പ്രവാസ ലോകത്തിൽ ഈ പരാതി കൊണ്ടുവരുന്നത്. അതിനുശേഷം എന്തെങ്കിലും വിവരം എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഒന്നും കിട്ടിയിട്ടില്ല. ഉമ്മക്ക് ഇപ്പോ എന്താണ് തോന്നുന്നത്? ഇപ്പോ മകൻ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണോ ഉമ്മ? ഞാൻ കാത്തിരിക്കണ്ട്, എപ്പോഴും കാത്തിരിക്കണ്ട്. മോനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കാത്തിരിക്കണ്ടേ? എൻ്റെ മോനല്ലേ, ഇതുപോലെ ഒരു മോനല്ലേ അത് പോയത്. ഞാൻ കാത്തിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് മോൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് എനിക്ക്
എൻ്റെ മോൻ്റെ മോറ് കണ്ടിട്ട് എൻ്റെ മോൻ്റെ മോറ് അപ്പടി ഉണ്ട്. ഈ മോറ് കണ്ടിട്ട് എനിക്ക് അല്ല എൻ്റെ ഈ മോനെ എനിക്ക് അമ്മ കാണിച്ചു തരുമോ? എൻ്റെ ഈ മോനെ അമ്മ എനിക്ക് കാണിച്ചു തരുമോ? ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൊച്ചുണ്ണിയുടെ ജ്യേഷ്ഠൻ അബ്ബാസാണ്. കൊച്ചുണ്ണി നാട്ടിൽ നിന്നും രണ്ടാമത്തെ തവണ തിരികെ പോകുമ്പോൾ കൊച്ചുണ്ണിയുടെ ജ്യേഷ്ഠൻ ദമാമിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് മുന്നിൽ നിന്നത് കൊച്ചുണ്ണിയുടെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠനടുത്ത് നമുക്ക് കൂടുതൽ വിവരം ചോദിച്ചറിയാം. കൊച്ചുണ്ണി വരുമ്പോൾ ഞാനെന്ന് ദമാമിലാണ്. കൊച്ചുണ്ണി അറിയുന്നത് ജിദ്ദയിലാണ്. അപ്പോൾ ജിദ്ദയിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മളെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ കത്തുകളല്ലാണ്ട് പോസ്റ്റ് ചെയ്തേക്കാം, അവൻ ജോലിക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയി. പിന്നെ വീണ്ടും അടുത്ത ദിവസങ്ങൾ അന്വേഷണത്തിൽ ഇവന് ഓഫീസിൽ ചെന്നു. ജിദ്ദയിൽ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു, ലൈസൻസും ID കാർഡും തിരിച്ചു വാങ്ങിച്ചു. ജോലിക്കായിട്ട് പോയി. ബാഗെല്ലാം കൂട്ടുകാരോട് ഒന്നിച്ച് ഒരു 6 റൂമിൽ ബാഗെല്ലാം വെച്ചിട്ട് അവൻ ജോലിക്കായിട്ട് പോയി. പിന്നീട് തിരിച്ച് റൂമിൽ വന്നിട്ടില്ല. അന്ന് പിന്നെ ഇത്രയും ടെലിഫോൺ സൗകര്യങ്ങളില്ല, മൊബൈലില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവിടുന്ന് ലാൻഡ് ഫോൺ വിളിച്ച് സംസാരിച്ച് ഞാൻ എത്തിയിട്ടുണ്ട്, നിങ്ങൾ കത്തുണ്ട്, കത്തെല്ലാം തരാമെന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കത്തുണ്ട്, എല്ലാവരും കത്ത് വീട്ടിൽ മറുപടി അയച്ചെന്ന് പറഞ്ഞു. പിന്നീട് ഒരു വിവരമില്ല. കാരണം വെച്ചാൽ ഓഫീസിൽ കയറി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ലൈസൻസ് തിരിച്ചു വാങ്ങിച്ച് ID കാർഡും തിരിച്ചു വാങ്ങിച്ച് അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അന്ന് വേറെ കമ്പനിയിലെ ജോലി, ഡയറക്റ്റ് സ്പോൺസർ എടുത്ത് ജോലിയില്ല. അങ്ങനെ ജോലിക്ക് പോയിട്ടുള്ള അറിവാണ്. പിന്നെ ഇന്നവരെ ഒരറിവില്ല. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ്, അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്ന ആൾ മിസ്സായി എന്നുള്ളത്. ആ ഒരു ഡിലേ വന്നു. അങ്ങനെ തൊട്ടടുത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അന്നൊന്നും സംഭവിക്കില്ല. ആൾ കൈവിട്ട് പോകില്ല, നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായി. ഈ ഫോൺ സംവിധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ലാൻഡ് ഫോണാണ് എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് കോയിനിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് വിളിക്കുകയോ ചെയ്യണം. ആ സംവിധാനം അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ആൾ, അല്ലെങ്കിൽ പോകില്ലായിരുന്നു. ഞങ്ങൾ 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ ഇഷ്ടംപോലെ ജിദ്ദയിലുണ്ട്, തായിഫിലുണ്ട്. ഞങ്ങൾ കുടുംബക്കാരും അവൻ്റെ സുഹൃത്തുക്കളും എല്ലായിട്ട് കൊല്ലങ്ങളോളം ഗൾഫിൽ തന്നെ ഉള്ള ടീമായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് ഉണ്ടായി തന്നെയാണ് ആൾ കയ്യിൽ നിന്ന് പോയത്. നമ്മോടൊപ്പം ഉള്ളത് കൊച്ചുണ്ണിയുടെ ഭാര്യ സൗദത്താണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. മകള് കല്യാണം കഴിഞ്ഞ് മകൻ ഇപ്പോൾ ജോലി ചെയ്യാണ്. ഇത്രയും വർഷക്കാലം കൊച്ചുണ്ണിയുടെ കുടുംബമാണ് ഇവർക്ക് വേണ്ടി സഹായിച്ചതും ബാക്കി തുണിയായിരുന്നതും. നമുക്ക് ഇവരെങ്ങനെ ജീവിച്ചു പോയി എന്ന് ഇവരോട് ചോദിച്ചറിയാം. ഇപ്പോൾ ഇത്രയും വർഷം കൊച്ചുണ്ണിയുടെ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെയാണ് കുടുംബം കഴിഞ്ഞു പോയിരുന്നത്? ഇവിടെ എല്ലാവരും സഹകരണത്തോടെ വീട് വെച്ചൊന്നും എല്ലാവരും ഞങ്ങൾ മക്കളെ 10 മക്കളും ഉണ്ട്. പിന്നെ നാട്ടുകാരുടെയും എല്ലാവരും സഹായത്തോടെ വീട് വെച്ചു. അത് കഴിഞ്ഞ് മകളെ കല്യാണം കഴിക്കാനും എല്ലാവരും സഹായത്തോടെ തന്നെ കല്യാണം കഴിച്ചു വിട്ടത്. മകൾക്കൊരു കുട്ടിയുണ്ട്, 5 വയസ്സായ ആൾ അവിടെയാണ്. പിന്നെ ഇപ്പം മോന് ചെറിയൊരു ജോലിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകണം. ഇതിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ കൊച്ചുണ്ണിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴും കാത്തിരിക്കുകയാണോ? എന്തായാലും ആൾ വന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ പ്രവാസ ലോകത്തിൽ കൊടുത്തതിന് ശേഷം ഇവിടെ എന്തൊക്കെ രീതിയിൽ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ എന്തൊക്കെ ഇവിടെ വിവരങ്ങൾ നിങ്ങൾക്ക് അതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്? ഒന്നും പ്രത്യേകിച്ച് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥ ആളല്ലായിരുന്നു അതൊന്നും. അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു അറിവും ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റു സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ വഴിയോ അവിടെ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അന്വേഷണം അനിയൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ലീവ് എടുത്തിട്ട് തന്നെ അവിടെ പോയി അന്വേഷണമൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ ആളുടെ കുറിച്ച് യാതൊരു വിവരം ഒന്നും കിട്ടിയില്ല. ഞാനിതൊന്ന് അംഗൻവാടിയിൽ ഇടയ്ക്ക് അവിടെ ആളില്ലാത്ത സമയത്ത് അങ്ങനെ 3-4 പ്രാവശ്യം 3 മാസം പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല.
പിന്നെ തയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ രോഗിയായി, സന്ധിവാതമൊക്കെ വന്നു. രോഗത്തിൻ്റെ തന്നെ പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ രോഗിയാണ് ചെറിയൊരു. പിന്നെ മോനെ ആട് വളർത്തേണ്ട ആടുകൾ, അങ്ങനെയൊക്കെ നേരം പോണു. അതിൻ്റെ സമയം പോണെന്ന് അറിയണില്ല. മോൻ എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ചേരാനല്ലൊരു വോക്സ്വാഗൻ്റെ സർവീസ് സെൻ്ററിൽ. ഞാൻ രാവിലെ 8 മണിക്ക് പോയി രാത്രി 8 മണിക്ക് വരുള്ളൂ. പകൽ മുഴുവൻ ഈ ആടും കോഴിയും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകണം. ഈ ഉമ്മ എന്നും മകനു വേണ്ടി പ്രാർത്ഥനകളോടെ കഴിയുകയാണ്. പ്രവാസലോകം കഴിഞ്ഞ 18 വർഷമായി 900ഓളം കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും കൊച്ചുണ്ണിയുടെ ഈ കഥ എന്നും ഒരു തീരാ ദുഃഖമായി ഈ കുടുംബത്തോടൊപ്പം പ്രവാസലോകത്തിനും ഒരു തീരാ ദുഃഖം തന്നെയാണ്. കൊച്ചുണ്ണി എവിടെയുണ്ടെങ്കിലും നാട്ടിൽ തിരികെ എത്തണം തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം പ്രവാസലോകവും ആഗ്രഹിക്കുന്നത്. കൊച്ചുണ്ണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുന്നവർ പ്രവാസലോകത്തിൽ ബന്ധപ്പെടുക. 1995 സൗദിയിലെ റിയാദിൽ ജോലിയിലിരിക്കെ റോഡ് അപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം സ്വദേശി സുരേന്ദ്രന്റെ കുടുംബമാണ് ഇന്ന് പ്രവാസലോകത്തിന്റെ സഹായം തേടിയെത്തിയിരിക്കുന്നത്. ദീർഘകാലമായി ഈ കുടുംബത്തിന് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക നിഷേധിച്ചതിന്റെ വസ്തുത അന്വേഷിച്ചാണ് ഇന്ന് ഈ കുടുംബം പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് സംഭവിച്ചതെന്ന്. സുരേന്ദ്രന്റെ ഭാര്യയും മകളും മരുമകനുമാണ് ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. ചോദിച്ചറിയാം. അപ്പോ കാലം കുറയായി ഇല്ലേ? 23 കൊല്ലം. 23 കൊല്ലം. 23 കൊല്ലമായിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല? ഇല്ല. അപ്പൊ അതിന്റെ വിധിയൊന്നും വന്നില്ല? വിധി 2014 എംബസി ഒരു കത്തയച്ചിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞു? അത് ഇന്ത്യ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ആ കത്തിൽ വന്നത്. നിങ്ങൾ ഇന്ത്യ എംബസിക്ക് കത്തയച്ചോ? അത് ഇന്ത്യ എംബസിക്ക് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. 2014 ശേഷം ഒന്നും വരാത്തതുകൊണ്ട് വെച്ചു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ എംബസി ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ഇന്ന ഡേറ്റിന് ആക്സിഡൻറ്റിൽ ഇന്ന സ്ഥലത്ത് വെച്ച് മരിച്ചു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം വയ്ക്കുന്നു. ഇദ്ദേഹത്തിന് കിട്ടേണ്ട മരണാനന്തര ആനുകൂല്യങ്ങൾ, ബ്ലഡ് മണി അടക്കമുള്ളത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. ഇത്ര കാലമായിട്ടോ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിൽ അടിയന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഞങ്ങൾക്ക് കാശ് കിട്ടുതരണം. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ആരൊക്കെയാണോ ഇദ്ദേഹത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഇവിടുന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന്. മനസ്സിലല്ലേ? അതായത് ഹിന്ദു പിന്തുടർച്ചാ അവകാശ നിയമപ്രകാരം ഈ മരിച്ച ആളുടെ അവകാശികൾ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് തഹസിൽദാർ സർട്ടിഫിക്കറ്റ് തരും. മനസ്സിലായി? 5-6 മാസം എടുക്കും. അത് കിട്ടിയവർക്ക് അയച്ചു കൊടുത്താൽ മതി. അതിന് മുമ്പ് ഈ കത്തയക്കുക. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ അപേക്ഷിക്കണം. അപേക്ഷിച്ചിട്ട് അത് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ സംഖ്യ ഇതുപ്രകാരം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ പിന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അറ്റസ്റ്റ് ചെയ്യിക്കണം. അപ്പോഴാണ് ഇതാവുള്ളൂ. അതിൻ്റെ ഒരു കോപ്പിയും കൂടിയിട്ട് എംബസിയിലേക്കും ഈ ഇവർക്കും അയച്ചു കൊടുക്കണം. എംബസിക്കെല്ലാം അയച്ചു കൊടുക്കാൻ പ്രവൃത്തിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വക്കീലുണ്ടോ അവിടെ? വക്കീല് സണ്ണി മാത്യു എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു. അപ്പോൾ അയാൾ സാറ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അയാളെ ഫോൺ നമ്പറൊക്കെ മാറ്റിക്കളഞ്ഞു. ഞാൻ കേസൊക്കെ വിധിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അത് സൂക്ഷിക്കണം. പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ഇത് അന്വേഷിക്കണം. അത് കൂടാതെ ഇത് എവിടെയാണ്? സൗദിയിൽ റിയാദിലല്ലേ? റിയാദിൽ ഞങ്ങളുടെ സംഘടന ഉണ്ട്. ഞങ്ങളുടെ സംഘടനക്ക് നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണം. റഫീഖ് പറഞ്ഞവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുത്താൽ അവരും അന്വേഷിക്കും. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? അവരും അന്വേഷിക്കും. ഇപ്പം എംബസിയിലേക്ക് നിങ്ങൾ അടിയന്തരമായിട്ടൊരു കത്തയക്കണം. ഈ ഇത് പ്രകാരം ഞങ്ങൾക്ക് ഇതുവരെ അതൊന്നും ലഭിച്ചില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇതിനോടൊപ്പം വയ്ക്കുന്നു. ഞാനും എൻ്റെ 2 പെൺകുട്ടികളുമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടിയന്തരമായിട്ട് എംബസി ഇടപെട്ട് ഈ പൈസ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളെ വക്കീൽ ഇന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ് ആ വക്കീലിൻ്റെ അഡ്രസ്സും ഇതൊക്കെ വെച്ചിട്ട് കൊടുക്കുക.
എന്നിട്ട് ഈ സണ്ണിക്കുട്ടി ആരാ പേര് സണ്ണി മാത്യു ആണെന്ന് അഡ്വക്കേറ്റ്. അദ്ദേഹത്തിൽ നിന്നൊന്നും കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇപ്പം ഇല്ല. അതുകൊണ്ട് എംബസി അടിയന്തരമായിട്ട് ഇത് ചെയ്തു തരണം. ഇതിൻ്റെ ഒരു കോപ്പി നമ്മുടെ പ്രവർത്തകർക്ക്, പ്രവാസലോകം പ്രവർത്തകർക്ക് റിയാദിലേക്ക് കൊടുക്കുക. ഇവിടെ കൊടുത്താൽ മതി, അദ്ദേഹം അയച്ചോളൂ, മെയിലായിട്ട് അയച്ചോളൂ. അദ്ദേഹത്തിന് മെയിലായിട്ട് അയച്ചാൽ മതി, അവർക്കും മെയിലായിട്ട് അയച്ചാൽ മതി എംബസിയിൽ. അതുകൂടാതെ നിങ്ങളുടെ MP ആരാ? കുഞ്ഞാലിക്കുട്ടിയാ? രാഘവനെ കൊണ്ട് ഒരു ലെറ്റർ നിങ്ങൾ എംബസിയിലേക്ക് അയപ്പിക്കണം. ഇതിന്റെ കൂടെ അല്ല, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കത്തിന്റെ കൂടെ ഒരു കത്ത് രാഘവന്റെ കൂടി വാങ്ങിച്ച് അയക്കണം, മെയിലിൽ തന്നെ. മനസ്സിലായില്ലേ? ഈ കത്ത് കൊടുത്താൽ രാഘവൻ അതിനൊരു കവറിങ് ലെറ്റർ എഴുതി തരും. രാഘവനോട് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ ഞാൻ പറയുന്നത് പറയണം, നല്ലത് കിട്ടുകയുള്ളൂ. കുറച്ച് സമയം എടുക്കും എങ്കിൽ പോലും എനിക്കിപ്പോൾ സംശയം വേറെ എന്തെങ്കിലും വാങ്ങിച്ചു പോയി. നിങ്ങൾ വേറെ കത്തൊന്നും കൊടുത്തിട്ടില്ല? ഇല്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നോട് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടൊന്നും കത്ത് കൊടുത്തിട്ടൊന്നുമില്ല, പവർ ഓഫ് അറ്റോർണിന് ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഞങ്ങൾ 14 അയച്ചു തരാം, എംബസി ഇങ്ങോട്ട് അയച്ചാണ് ഞങ്ങൾ കേസ് നടത്തേണ്ടത്. അപ്പോൾ കുഴപ്പമില്ല, സമയം എടുക്കും. അതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എംബസിയെയും ഈ MP മാരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. MP നിങ്ങളെ MLA ആരാ? TP യാ? MLA പിന്നെ PT റഹീം. റഹീമിനെ കൊണ്ടൊരു കത്ത് അയപ്പിച്ചു. ഇത് MP ആണ് കൂടുതൽ ഇതുള്ളത്. ശരിക്കും നിയമപരമായിട്ട് MP ആണ് ചെയ്യേണ്ടത്. MLA ഒരു കത്ത് ഇരുന്നോട്ടെ. ഇതൊക്കെ കൂടിയിട്ട് പോലും വെച്ചാൽ അതിനൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു പ്രയോറിറ്റി കിട്ടും, മുൻഗണന കിട്ടും. പൈസ ഉണ്ടാവും, കിട്ടും, യാതൊരു സംശയമില്ല. പക്ഷെ സമയമെടുക്കും. പക്ഷെ നിങ്ങൾ വിട്ട് കളയരുത്. ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വളരെ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. ഏത് നിയമ അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വയ്ക്കല്ലേ. മക്കളൊക്കെ മോളെന്ത് ചെയ്യുന്നത്? എക്സ്റേയിൽ വർക്ക് ചെയ്യും, എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു. നിങ്ങളെ ഭാര്യ? വീട്ടു ജോലി തന്നെ. നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല? ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ്. ഓഹോ, ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. നമ്മൾ മാക്സിമം ഇത് പലർക്കും അറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ്. ഇതിപ്പോൾ അങ്ങനെ കത്തുള്ളതുകൊണ്ട് നല്ലത് തന്നെ. എംബസിയിൽ ഇങ്ങനെ കത്തുള്ളത് കൊണ്ട് ഇത് സൈറ്റ് ചെയ്തിട്ട് ഈ കത്ത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് വേണം എംബസിക്ക് കത്ത് എഴുതാൻ. അത് നല്ലൊരു വക്കീലിനെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയപ്പിക്കണം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെ വക്കീലിനോട്, കേട്ടാ? അതേ കാര്യമുള്ളൂ. ശരി. 1995 റോഡ് അപകടത്തിൽ മരണമടഞ്ഞ സുരേന്ദ്രന്റെ കുടുംബം കഴിഞ്ഞ 23 വർഷമായി അദ്ദേഹത്തിന്റെ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണല്ലേ? ഇതാണ് പ്രവാസികളുടെ ജീവിതം. ഇതിനൊരു അവസാനമില്ലേ എന്ന ചോദ്യവുമായാണ് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുന്നത്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും പ്രവാസ ലോകത്തിലൂടെ. നന്ദി, നമസ്കാരം.